വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ ക്യാബേജ് പൊരിയിലാട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്നതാണ്, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാട്ടോ ഈ ഒരു ക്യാബേജ് പൊരിയിൽ. അതിന് വേണ്ടിയിട്ട് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു സവോളയും ആവശ്യത്തിന് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടും തിരുമ്മി വയ്ക്കുക കേട്ടോ. അത് തിരുമ്മി വെച്ചിട്ട് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങി വരുവേ. ഇനി നമുക്കതിലേക്ക് വേണ്ടി പാനിലേക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. സാധാരണ നമ്മൾ ക്യാബേജ് ചോറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നില്ലേ, ഇതങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ക്യാബേജ് ചോറ് ഉണ്ടാക്കുന്ന അത്രയും ഇത് വെന്ത് വരേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് കടിക്കുമ്പോൾ ചെറിയൊരു കടുകിടുന്നുള്ള രീതിയിൽ തന്നെ കിട്ടിയാൽ മതിയെ. അതാണ് ആ പൊരിയലിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഏകദേശം ക്യാബേജ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു കപ്പിലാണ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റുള്ളൊരു ക്യാബേജ് പൊരിയിൽ റെഡി ആയിട്ടോ. ഇനി നിങ്ങൾ എന്തായാലും ക്യാബേജ് ഇടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, തരും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.